ഈ ഡേ കെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഹെർണിയ, അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറീസ്, അങ്ങനെയുള്ള ഈ സർജറികളൊക്കെ പലപ്പോഴും മദർ ചോദിക്കാറുണ്ട്, ഇത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ, സ്റ്റെപ്പ് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് എത്ര ദിവസം പെയിൻ എടുക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ? ഇപ്പോഴത്തെ സമയത്ത് നമുക്കൊക്കെ ഭയങ്കര തിരക്കാണ്, അതായത് വെരി ഫാസ്റ്റ് ലൈഫാണ്. അപ്പോൾ ഇത് ഈ പീഡിയാട്രിക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കൊറ്റയ്ക്ക് ഒന്ന് സർജറി ചെയ്ത് ബില്ലടച്ച് പോകാൻ പറ്റില്ലല്ലോ. കുട്ടീനെ നോക്കണ ആൾ വേണം, അച്ഛൻ വേണം, അമ്മ വേണം, ഇവരെല്ലാവരും വേണം. അപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ സൈഡും അതിലൊരു കാര്യമുണ്ട്. പിന്നെ അവർക്ക് അത്രയും ലീവ് ചിലപ്പോൾ കിട്ടിയിരുന്നു വരില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഡേ കെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് തന്നെ. അതായത് നിങ്ങൾ രാവിലെ വരുന്നു, അഡ്മിറ്റ് ആവുന്നു, സർജറി കഴിയുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനെ പീഡിയാട്രിക് സർജറിയിൽ ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സർജറീസ് ഉണ്ട്. ഇപ്പോൾ സനീഷ് പറഞ്ഞ പോലെ എക്സാമ്പിൾ ഹെർണിയ, അൺഡിസെൻഡ് ടെസ്റ്റിസ്, സർക്കംസിഷൻ, അല്ലെങ്കിൽ പ്രിയോറിക്കുലർ സൈനസ് എക്സിഷൻ, അങ്ങനെ അംബ്ലിക്കൽ ഹെർണിയ, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒരുവിധപ്പെട്ട കുറേ മൈനർ, സോ കോൾഡ് മൈനർ എന്നുള്ള വാക്ക് പീഡിയാട്രിക് സർജറി ഇല്ല. പീഡിയാട്രിക് കേസസ് ആർ ഓൾ മേജർ കേസസ് ബിക്കോസ് ഓഫ് അനസ്തീഷ്യ. അപ്പോൾ എന്നാൽ അതിൽ തന്നെ മൈനറായിട്ട് വരുന്ന സർജറീസ് എല്ലാം നമുക്ക് ശരിക്കും ഡേ കെയർ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള നമ്മളിപ്പോൾ അനസ്തീഷ്യ കോഡൽ ബ്ലോക്ക് എന്നൊക്കെ പറയും, നമ്മൾ നല്ല ബ്ലോക്ക് പോലെ. അപ്പോൾ പെയിനൊക്കെ നല്ല റിലീഫായിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ പാരസെറ്റമോൾ കാര്യങ്ങളൊക്കെ കൊടുത്ത്, അപ്പോൾ ആ ഒരു ഇമീഡിയറ്റ് പോസ്റ്റ് സ്റ്റോപ്പ് സ്മൂത്ത് ആയിരിക്കും. അതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ സനീഷ് ചോദ്യം എന്ന് വെച്ചാൽ റെസ്റ്റ്. അപ്പം ഞാൻ എല്ലാ പാരൻസിനോടും പറയും, പിള്ളേർ എന്ന് പറയുന്നത് റെസ്റ്റ് അവരെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു വാക്കില്ല. അപ്പോൾ പിള്ളേർ അടങ്ങിയിരിക്കുമ്പോഴാണ് പേടിക്കേണ്ടത്. ഒരു സർജറി കഴിഞ്ഞ് ഒരു കുട്ടി അനങ്ങാതെ ഇരുന്നാൽ നിങ്ങൾ പേടിക്കണം. അവൻ ഓടി തുള്ളി നടക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അവര് വിഷമിച്ചിട്ടാ പറയാം നമ്മളോട്, പക്ഷെ നമ്മൾ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാവും. ഓ നല്ല ഓട്ടാണല്ലേ. പക്ഷെ എന്നാലും ഒഴിവാക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവന് ഇപ്പൊ ഹെർണിയ കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അൺഡിസെൻഡ് ടെസ്റ്റിസ് കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ സൈക്കിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അത് കുറച്ച് നമ്മുടെ ഇവിടുത്തെ മസിലിന് ഒരു സ്ട്രെയിൻ വരുമല്ലോ. പിന്നെ കോണിയൊക്കെ കയറി ഇറങ്ങാതിരിക്കാൻ പറയാം. അല്ലാതെ നോർമൽ ഫ്ലോറിൽ അവർ കളിക്കുന്ന അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒഴിവാക്കണ്ട.